സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പൂർവ്വ വിദ്യാലയം, അതായത് എൻ്റെ LP സ്കൂൾ വിദ്യാഭ്യാസം നടന്നത് ചേർത്തല താലൂക്കിലെ പട്ടണക്കാട് പഞ്ചായത്തിലെ അഴീക്കൽ BBM LPSലാണ്. അതിൻ്റെ 100ാം വാർഷികം അല്ലെങ്കിൽ ജന്മശതാബ്ദി കഴിഞ്ഞ ഒരു വർഷമായിട്ട് ആഘോഷിച്ച് വരികയാണ്. അതിൻ്റെ ഒരു അറിയിപ്പുണ്ടായിരുന്നു. ഇന്നലെയോ മിനിഞ്ഞാന്നോ കൊണ്ട് ഒരു വർഷത്തെ ആഘോഷങ്ങൾ സമാപിച്ചു എന്നുള്ളത്. അപ്പോൾ അവിടെ പങ്കെടുക്കാൻ അർഹതയുള്ള ഒരാളാണ് ഞാൻ. അവിടെ പഠിച്ച വിദ്യാർത്ഥിയാണ് എന്നുള്ളതാണ് എൻ്റെ അർഹത. ഞാൻ 1955 മുതൽ 58 വരെ അവിടുത്തെ വിദ്യാർത്ഥിയായിരുന്നു. ആ വിദ്യാർത്ഥി എന്ന നിലയിൽ എനിക്ക് അവിടെ നിന്നൊരു ക്ഷണം കിട്ടാനും പങ്കെടുക്കാനുള്ള അർഹതയുണ്ട്. അത് ആരുടെ ഔദാര്യമല്ല, എൻ്റെ അവകാശമാണ്. എന്തുകൊണ്ടാണ് അവകാശമാകുന്നത്? എന്താണ് പൂർവ്വ വിദ്യാർത്ഥികളെ വിളിക്കുന്നതിനുള്ള ഒരു പ്രോട്ടോക്കോൾ? അങ്ങനെ ഒന്ന് എഴുതി വച്ചിട്ടുണ്ടാവുകയില്ല. എങ്കിലും ആരെയൊക്കെ ക്ഷണിക്കണം എന്നത് സംബന്ധിച്ച് ഒരു പ്രോട്ടോക്കോളുണ്ട്. ആ പ്രോട്ടോക്കോൾ ഇങ്ങനെയാണ്. അതായത് അവിടെ ഒരു അഡ്മിഷൻ രജിസ്റ്ററുണ്ട്. അവിടെ ആരൊക്കെ പഠിച്ചു, എപ്പോൾ പോയി എന്നെല്ലാം കാണിക്കുന്ന ഒരു രജിസ്റ്ററുണ്ട് അവിടെ. അതെല്ലാ വിദ്യാലയത്തിലുണ്ട്. അതിലാരൊക്കെ ഉണ്ടെന്ന് നോക്കണം, ജീവിച്ചിരിക്കുന്നവരാരൊക്കെ ഉണ്ട് എന്ന് നോക്കിയിട്ട് അവരെ ക്ഷണിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കടമ. ഇപ്പോൾ രണ്ടാമത്തെ കടമ എന്താണെന്ന് ചോദിച്ചാൽ അതാണ് ഒന്നാമത്തെയും രണ്ടാമത്തെയും കടമ പൂർവ്വ വിദ്യാർത്ഥികളെ ക്ഷണിക്കുക എന്നുള്ളതാണ്. പിന്നെ പൂർവ്വ അധ്യാപകരുടെ കാര്യമാണ്. അതിനോട് രജിസ്റ്ററുണ്ട്, അറ്റൻഡൻസ് രജിസ്റ്റർ, അധ്യാപകരുടെ അറ്റൻഡൻസ്. അത് നോക്കിയാൽ എല്ലാവരുടെയും പേര് കിട്ടും. അതിലും ജീവിച്ചിരിക്കുന്ന എല്ലാവരെയും ക്ഷണിക്കണം. ഇത് ഒരു വിദ്യാലയ അധികൃതരുടെ ചുമതലയാണ്. ആരായി വിദ്യാലയ അധികൃതർ? ഒന്ന് ഇപ്പോഴത്തെ ഹെഡ് മിസ്ട്രസ്, രണ്ടാമത് ഇപ്പോഴത്തെ മാനേജർ. ഞങ്ങളുടെ ഈ സ്കൂളിന് മാനേജർ എന്ന് പറയാൻ യഥാർത്ഥത്തിൽ ഒരു പള്ളി വികാരിയാണ്. അദ്ദേഹത്തിൻ്റെ ചുമതല നിറവേറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് ഞാൻ പറയുകയില്ല. സ്കൂളിൻ്റെ കാര്യങ്ങളൊന്നും നോക്കി നടത്തുന്നില്ല. അപ്പോൾ ഇവർ രണ്ടുപേരും PTA പ്രസിഡൻറ്റും കൂടിയിരുന്നിട്ട് പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഉണ്ടെങ്കിൽ, അങ്ങനെയില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ അറിയുമായിരുന്നു. അപ്പോൾ അവരൊക്കെ കൂടിയിരുന്ന് ഈ രജിസ്റ്റർ നോക്കി ലിസ്റ്റ് തയ്യാറാക്കി വിളിക്കുന്നു എന്നുള്ളതാണ് മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ ആളുകൾ കാണുന്ന സ്ഥലത്ത് മരിച്ചു പോയിട്ടുണ്ടാവും. ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരെ കണ്ടെത്തി വിളിക്കാനുള്ള ബാധ്യത ഇതിൻ്റെ ആളുകൾക്കുണ്ട്. അതവർ നിറവേറ്റിയില്ല. അതിനവർ പറഞ്ഞ മുട്ടുന്യായം എന്താണെന്നറിയാമോ? എന്നെ ക്ഷണിക്കേണ്ടെന്ന് തീരുമാനിച്ചു. ഇവരുടെ വീട്ടുകാര്യമോ മറ്റെയാണോ? അവരുടെ വീട്ടിലെ കല്യാണ കാര്യത്തിന് എന്നെ വിളിച്ചില്ല എങ്കിൽ എനിക്ക് പരാതിപ്പെടാൻ പറ്റിയല്ല. എന്തിനു ഞാൻ പരാതിപ്പെടണു? പരാതിപ്പെടേണ്ട കാര്യമേ ഇല്ല. അപ്പോൾ വിളിച്ചില്ല, പോകാൻ കഴിഞ്ഞില്ല. അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ശതാബ്ദി ആഘോഷ കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറഞ്ഞൊരാളുണ്ടല്ലോ, അദ്ദേഹത്തെ കംപ്ലയിൻ്റ് അറിയിക്കുന്നു. എന്തുകൊണ്ട് ഞാൻ മാനേജറെ അറിയിക്കുന്നില്ല? എന്തുകൊണ്ട് പിന്നെ അഡ്മിനിസ്ട്രേഷനെ അറിയിക്കുന്നില്ല എന്നൊക്കെ ചോദിച്ചു നോക്കൂ. അപ്പോൾ അതിന് ഉത്തരം കിട്ടും. അപ്പോൾ ഇതുണ്ടായില്ല. ഇത് തികഞ്ഞ അപമര്യാദയാണ്, മര്യാദകേടാണ്. അഡ്മിനിസ്ട്രേഷൻ്റെയും മാനേജറുടെയും സർവോപരി അവിടുത്തെ ചെയർമാൻ്റെയും മര്യാദകെട്ട പെരുമാറ്റത്തിന് ഉത്തമ ഉദാഹരണമാണിത്. ഞാൻ അർഹനാണോ അവിടെ പോകാൻ? അതാണ് പിന്നെ അടുത്ത ചോദ്യം. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, 55-58 കാലത്ത് ഞാൻ അവിടുത്തെ വിദ്യാർത്ഥിയായിരുന്നു. അവിടെ 25 വർഷമാണ് അന്നത്തെ കണക്കനുസരിച്ച്
ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴുള്ള സ്കൂളിൻ്റെ പ്രായം. അപ്പോൾ ആ 25 വർഷത്തിനിടയ്ക്ക് 2500 വിദ്യാർത്ഥികളവിടെ പോയിട്ടുണ്ടാവുമെന്ന് കരുതുക. അങ്ങനെ ഉണ്ടെങ്കിൽ എൻ്റെ അഡ്മിഷൻ നമ്പർ 2500-നും 3000-നും ഇടയ്ക്കായിരിക്കും. നോക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് ചെയ്തില്ല, മനഃപൂർവ്വം ചെയ്തില്ല. അതിന് പറഞ്ഞ മുട്ടി ന്യായമാണ് ഞാൻ പറഞ്ഞത്. അതിന് ഞാനൊരു മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇത് നിങ്ങളുടെ കല്യാണ കാര്യമല്ല, ഇത് ഒരു സ്കൂളിൽ പഠിക്കുന്നവരുടെ അവകാശമാണ്. അത് ലംഘിച്ചു എന്നുള്ളതാണ് നിങ്ങൾ ചെയ്തിരിക്കുന്ന തെറ്റും. നിങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ മാപ്പ് പറയേണ്ടി വരും, ഉറപ്പായ സംഗതിയാണ്. ഇനി എനിക്ക് അതിന് അർഹതയുണ്ടോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. 1968 മുതൽ 66 മുതൽ 2017 വരെ വിദ്യാഭ്യാസ രംഗത്ത് മാത്രം പ്രവർത്തിച്ച ഒരാളാണ് ഞാൻ. പ്രൈമറി സ്കൂൾ, ഹൈസ്കൂൾ, ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഈ സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്ന അധ്യാപകരുണ്ടല്ലോ, അവരെയെല്ലാം ട്രെയിൻ ചെയ്യുന്ന ഇന്ത്യ ഗവൺമെൻറ് സ്ഥാപനമാണ്. അവിടെ സീനിയർ ലെക്ചറർ, പിന്നെ അത് കഴിഞ്ഞ് ഡി പി പിയിലെ ഒരു ജില്ലയുടെ ചുമതലയുള്ള ഒരാളായിരുന്നു ഞാൻ. ആ ജില്ലയിൽ മുഴുവൻ സഞ്ചരിച്ച് എല്ലാ സ്കൂളുകളിലും പോയി അധ്യാപകരുമായിട്ട് സംബന്ധിച്ചും രക്ഷകർത്താക്കളുമായിട്ട് സംബന്ധിച്ചും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ഇതൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടി ചുമതലപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനായിരുന്നു ഞാൻ. ഈ ജില്ലയിലല്ല, ഇടുക്കി ജില്ലയിലായിരുന്നു. പത്തനംതിട്ട ജില്ലയിലും കുറച്ച് കാലം ഉണ്ടായിട്ടുണ്ട്. പിന്നെയോ, അപ്പോൾ അങ്ങനെ പ്രോഗ്രാം ഓഫീസർ എന്ന പദവി എനിക്കുണ്ടായിരുന്നു. മാത്രമല്ല, ഞാൻ 93 മുതൽ വിവിധ ഘട്ടങ്ങളിൽ 6 തവണ പാഠപുസ്തകങ്ങൾ എഴുതുന്ന, 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയുള്ള പാഠങ്ങൾ നിർണ്ണയിക്കുന്ന, പാഠങ്ങൾ എഴുതുന്ന കമ്മിറ്റിയിലെ ഒരംഗമായിരുന്നു. എന്നെയാണ് ഇവർ ഒഴിവാക്കുന്നത്. പിന്നെയോ ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ. ഞാൻ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നപ്പോൾ, ഈ പ്രോഗ്രാം ഓഫീസറായിരുന്നപ്പോൾ ഒരു ദിവസം ഗൗരിയമ്മ എന്നെ വിളിച്ചു. ഞാൻ അവരുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് പോയി. അതൊരു യോഗ്യതയാണോ? അതിനുശേഷം ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാനൊരു കോളേജിലെ പ്രിൻസിപ്പലായി. അതും TTC BEd ഒക്കെ ഉള്ളൊരു കോളേജിൽ TTCയുടെ പ്രിൻസിപ്പലായിരുന്നു, സ്കൂളിൻ്റെ പ്രിൻസിപ്പലായിരുന്നു, ഒരു BEd കോളേജിൻ്റെ പ്രിൻസിപ്പലായിരുന്നു. അതൊക്കെ പറ്റുന്നൊരു യോഗ്യതയാണോ? അപ്പോൾ ഈ സ്കൂളിന് അഭിമാനിക്കാവുന്നൊരു കാര്യമാണോ ഒരു പൂർവ്വ വിദ്യാർത്ഥിയുടെ ഈ നേട്ടങ്ങൾ? ഇതൊന്നും അവരറിഞ്ഞില്ലെന്ന് പറയാം. അങ്ങനെ അറിയാതിരിക്കുകയൊന്നുമില്ല. 3 പുസ്തകങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. DC ബുക്സും പൂർണ്ണ ബുക്സുമാണത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അത് ഇവർക്കറിയാമോ? അത് സ്കൂളിൻ്റെ അഭിമാനമാണോ? 2 വാരികയുടെ പല കാലഘട്ടങ്ങളിൽ എൻ്റെ പത്രാധിപരായിരുന്നു. അതും വിദ്യാഭ്യാസ മാസികകളുടെ, ഒന്ന് രാഷ്ട്രീയ മാസികയും. അധ്യാപക പരിശീലനം നടക്കുമ്പോൾ അതിൻ്റെ സ്റ്റേറ്റ് റിസോഴ്സ് പേഴ്സണായിരുന്നു ഞാൻ. അങ്ങനെ വിവിധ രംഗങ്ങളിൽ പ്രവർത്തിച്ച് പരിചയമുള്ള എന്നെയാണ് ഒരു 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 കമ്മിറ്റിയാണോ? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. കമ്മിറ്റി, ഏത് കമ്മിറ്റിയാണെന്ന് മനോജ് പറഞ്ഞിട്ടില്ല. തീരുമാനിച്ചത്രേ. എന്താണ് തീരുമാനിച്ചത്? അദ്ദേഹത്തെ വിളിക്കണ്ടെന്ന്. അതിനുള്ള അവകാശം അവർക്കുണ്ടോ? ഉണ്ടോ എന്ന് എന്നെ കേൾക്കുന്നവർ പറയണം. ഞാൻ നേരത്തെ അതിനൊരു മറുപടി പറഞ്ഞു, ഇവരുടെ വീട്ടുകാര്യത്തിലല്ല വിളിക്കേണ്ടത്. അപ്പം മനഃപൂർവ്വമായിട്ട് ഒഴിവാക്കുന്ന ഒരു അധ്യാപകൻ്റെ, അല്ലെങ്കിൽ 2 അധ്യാപകൻ്റെ, അല്ലെങ്കിൽ ഒരു ഹെഡ്മിസ്ട്രസിൻ്റെ ഒരു ദുർവാശിയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. അങ്ങനെ എത്രയോ പേര് അവർ ഒഴിവാക്കി കാണും. അവരാരും കംപ്ലൈൻറ്റ് പറഞ്ഞ് കാണുകയില്ല. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാനിത് അവസാനിപ്പിക്കാം. എനിക്ക് അർഹതയുണ്ടോ ഇല്ലയോ എന്നുള്ളത്. വിദ്യാഭ്യാസ രംഗത്ത് മാത്രം 66 മുതൽ 2017 വരെ പ്രവർത്തിക്കുകയും പിന്നെ തുടർന്നും ആ രംഗത്ത് തന്നെ സന്നദ്ധ പ്രവർത്തനം നടത്തുകയും ചെയ്ത് തന്നെ അവരൊഴിവാക്കിയിരിക്കുകയാണ്. അർഹതയുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ കേൾക്കുന്നവർ തീരുമാനിക്കുക. ഞാൻ
SSLCയും TTCയും പാസ്സായതിനു ശേഷം ചുമ്മാ ഇരിക്കുകയല്ലായിരുന്നു, തുടർ പഠനം നടത്തി. അങ്ങനെ MAയും എടുത്തു, B.Ed എടുത്തു, പിന്നീട് M.Ed എടുത്തു. 2 എണ്ണത്തിന് എനിക്ക് റാങ്ക് ഉണ്ടായിരുന്നു. എൻ്റെ നാട്ടുകാർ എനിക്കൊരു സ്വീകരണം തന്നപ്പോൾ അവരെന്നോട് ചോദിച്ചു, ആണ് സാറിന് ക്ഷണിക്കേണ്ടത് എന്ന് ചോദിച്ചു. ഞാൻ എൻ്റെ പ്രൈമറി സ്കൂളിലെ ഹെഡ് മാസ്റ്ററെയാണ് പറഞ്ഞത്, അവരെ വിളിക്കണം. എന്നിട്ട് വന്ന് സംസാരിക്കാൻ പറഞ്ഞു. വന്നില്ല. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അന്ന് ഈ പ്രശ്നങ്ങളൊന്നുമില്ല, എന്നോട് ചെന്ന് പ്രസംഗിച്ചിട്ടൊന്നുമില്ലല്ലോ. അങ്ങനെ ഇരിക്കുന്നത്. ഇനി ഇവർ പറയുന്ന സ്മരണികയുടെ കാര്യമല്ല, ഞാൻ നാളെയാണ് പറയുന്നത്. എന്താണ് ഈ സ്മരണിക, ഇവരുണ്ടാക്കിയ സ്മരണികയുടെ കാര്യങ്ങളെന്ന്. അനവധി സ്മരണികളുടെ അതെന്താണ് എഡിറ്ററായിരുന്നിട്ടുണ്ട് ഞാൻ. എൻ്റെ ഓർമ്മ ശരിയാണ്, 6 ഞാൻ ഇന്നൊന്ന് നോക്കി എൻ്റെ കയ്യിൽ അതൊക്കെ ഉണ്ടാകുന്നു. 1-2 എണ്ണം കാണുന്നുണ്ട്, ബാക്കിയുള്ളതൊന്നും കാണുന്നില്ല. ഏതായാലും കൂടുതലുണ്ട്. അപ്പോൾ ഇതൊക്കെ മാത്രമല്ല കേട്ടോ, റേഡിയോയിൽ ഒരുപാട് ഗാനങ്ങൾ വന്നിട്ടുണ്ട്. ഇവർ ആരും കേട്ട് കാണില്ല. നമുക്ക് റേഡിയോ എന്ന് പറഞ്ഞാൽ അത്ര ഒരു പ്രധാനപ്പെട്ട കാര്യമല്ലല്ലോ. വിദ്യാഭ്യാസ രംഗത്തിൽ ഒട്ടനവധി പ്രഭാഷണങ്ങൾ ഞാൻ നടത്തി. ഇതൊന്നും ഒരു പൂർവ്വ വിദ്യാർത്ഥിയുടെ ക്രെഡിറ്റ് ഉൾപ്പെടുത്തിയാൽ ക്ഷണിക്കുന്നതിനുള്ള മാനദണ്ഡമായില്ലെങ്കിൽ ഇവരെക്കുറിച്ച് ഞാൻ എന്ത് പറയാനാണ്? ഇപ്പോൾ ഇവരറിഞ്ഞില്ലെന്നാണ് പറയുന്നതെങ്കിൽ എൻ്റെ ഫേസ്ബുക്കിലെ എൻ്റെ പ്രൊഫൈൽ നോക്കിയാൽ ഇതൊക്കെ മനസ്സിലാവും. ഇരിക്കട്ടെ, ഇത് തെറ്റായ കീഴ്വഴക്കമാണ് ഈ സ്കൂൾ സൃഷ്ടിച്ചിട്ടുള്ളത്. ഒരു വർഷം അവർ കൊണ്ടാടിയത്രേ. അതിൻ്റെ കഥ ഞാൻ നാളെ പറയാമെന്ന് പറഞ്ഞില്ലേ? നാളെ പറയാം. എന്തൊക്കെയാണ് ഇവർ കൊണ്ടാടിയത്, എന്തായിരുന്നു ഇവരുടെ സ്മരണിക എന്നെല്ലാം ഞാൻ നാളെ പറയാം. അപ്പോൾ നമുക്ക് നാളെ കാത്തിരിക്കാം കേട്ടോ. നന്ദി, നമസ്കാരം.